ഈ അമീബയെ സാധാരണ നമ്മൾ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നാണ് പറയുക. കാരണം ഇത് തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ തലച്ചോറിൽ അത്രയും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കും. ഇത് ലോകത്ത് മുഴുവൻ സ്ഥിരീകരിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ മരണനിരക്ക് 90% മുകളിലാണ്. ഇത് വളരെ ചുരുങ്ങിയ കേസുകൾ മാത്രമേ ഇത് രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതോ ഇന്ത്യയിൽ നിന്ന് ഇതുവരെ ഈ രോഗം വന്നിട്ട് ആരും രക്ഷപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പനിയും തലവേദനയുമാണ് ആദ്യ രോഗലക്ഷണങ്ങൾ. ഇത് വളരെ സാധാരണമായ ലക്ഷണമായതുകൊണ്ട് തന്നെ പലപ്പോഴും ആദ്യഘട്ടത്തിൽ രോഗം തിരിച്ചറിയൽ പ്രയാസകരമാണ്. രോഗം ബാധിച്ചുവെന്ന് തിരിച്ചറിയുമ്പോഴേക്കും ഏറെ വൈകിയിരിക്കും. 90% മുകളിലാണ് മരണനിരക്ക്. നാം ഭീതിയോടെ കാണുന്ന നിപ്പയേക്കാൾ ഗുരുതരമെന്നർത്ഥം. രോഗത്തിന് കൃത്യമായ മരുന്നില്ല. പല മരുന്നുകൾ ഉപയോഗിക്കുക മാത്രമാണ് പോംവഴി. സാധാരണ രീതിയിൽ ഇതിന് പല രീതിയിലുള്ള ചികിത്സാ ക്രമങ്ങളും ഇതിന് ഡിസ്ക്രൈബ്ഡ് ആണ്. നമ്മളിതിൻ്റെ ഒരു കുറേ മരുന്നുകളുടെ ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുക. നമ്മൾ സാധാരണ ഈ ബാക്ടീരിയക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളും ഫംഗസിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളും മറ്റ് ചില മരുന്നുകളും കൂടെ കോമ്പിനേഷനിലാണ് കൊടുക്കുക. അപ്പോൾ അത് സാധാരണ ഫംഗസിനെതിരെ ഉപയോഗിക്കുന്ന ആംഫോട്രസിൻ ബി, ഫ്ലൂക്കോണസോൾ, ഇത് രണ്ടും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഇത് തുടക്കത്തിൽ ഉപയോഗിക്കും. ഈ ആംഫോട്രസിൻ ബി തന്നെ നമ്മൾ സാധാരണ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ തലച്ചോറിലേക്ക് ഡയറക്റ്റായിട്ട് എത്തിക്കാൻ വേണ്ടി നട്ടെല്ലിലൂടെ തന്നെ കൊടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഈ അസിത്രോമൈസിൻ, റിഫാംപിസിൻ തുടങ്ങിയ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കും. പിന്നീട് ഉപയോഗിക്കുന്നത് നമ്മൾ സ്റ്റിറോയിഡ് ചെറിയ അളവിൽ ഉപയോഗിക്കുക. പിന്നെ വേറെ ഉപയോഗിക്കുന്നത് നമ്മൾ കാലാസാർ എന്ന് പറയുന്ന ഒരു പനി നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ചികിത്സയ്ക്കും അപൂർവമായി ചില ക്യാൻസർ ചികിത്സയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന മിൽറ്റിഫോസ് എന്ന് പറയുന്ന ഒരു മരുന്നാണ്. ഈ മരുന്ന് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടാണ് മുമ്പ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്. പക്ഷേ ഇത് വളരെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള മരുന്നല്ല. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിൽ കാണുന്ന അമീബയായതിനാൽ കുളങ്ങളിലും സ്വിമ്മിംഗ് പൂളിലും കുളിക്കാനിറങ്ങുമ്പോൾ നല്ല ജാഗ്രത വേണം. സാധാരണ ഊഷ്മാവിനേക്കാളും കൂടുതലുള്ള വെള്ളത്തിൽ, പ്രത്യേകിച്ച് ശുദ്ധ ജലാശയത്തിലാണ് ഇത് കാണുക. ഇത് പ്രധാനമായിട്ടും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കാണാറ്. അപ്പോൾ അധികവും നമ്മൾ മുമ്പൊക്കെ കേസ് കണ്ടപ്പോഴൊക്കെ നമ്മൾ സ്വിമ്മിംഗ് പൂളൊക്കെ കുറേ കാലം ഉപയോഗിക്കാതിട്ട് ക്ലോറിനേറ്റ് ചെയ്യാതെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഈ മുങ്ങുന്ന സമയത്താണ് ഇത് രോഗം ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ സാധാരണ കാണാറില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ ഉപ്പുവെള്ളത്തിലും ഇത് കാണാറില്ല. നമ്മൾ നാട്ടിലെ പുഴയിലൊക്കെ ഉപ്പുവെള്ളമായതുകൊണ്ട് കാണാറില്ല. അതേപോലെ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും കുളത്തിലൊക്കെ കുളിക്കുന്നതാണ്. അപ്പോൾ ഈ സാധാരണ ഉപയോഗിക്കുന്ന കെട്ടിക്കിടക്കാത്ത വെള്ളത്തിൽ സാധാരണ കാണാറില്ല. എന്നാലും നമുക്കിത് ഏതൊക്കെ നമ്മുടെ നാട്ടിൽ ഏതൊക്കെ ജലാശയങ്ങളിൽ ഇത് വരാം, നമ്മൾ സാധാരണ കുളത്തിലോ അതല്ലെങ്കിൽ നമ്മൾ ഈ വേനൽക്കാലത്ത് ഒഴുക്ക് കുറയുമ്പം വെള്ളം കെട്ടി നിൽക്കുന്ന പുഴയിലൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് കൂടുതൽ ഇത്തരം വെള്ളം എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതുവരെ ഈ കുളത്തിലൊന്നും സാധാരണ ആൾക്കാരിൽ ഇങ്ങനെ അധികം വരുന്നത് കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കെട്ടി നിൽക്കുന്ന ഈ ശുദ്ധജലാശയത്തിൽ തീരെ ഉപയോഗിക്കാതിരിക്കുന്ന വെള്ളത്തിലേക്ക് ആൾക്കാർ പിന്നെ ഇതേ രീതിയിൽ മുങ്ങുന്ന സമയത്താണ് ഇത് തലച്ചോറിലേക്ക് ഈ അണുബാധ ഉണ്ടാവുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടത്. അതേപോലെ ഇത് കാലാവസ്ഥ നമ്മളത് മാറുന്നതനുസരിച്ച്, ചൂട് കുറയുന്നതനുസരിച്ച് ഇതിന് ചൂടില്ലാത്ത ഈ വെള്ളത്തിൽ ഇത് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതനുസരിച്ച് ഇത് സാധാരണ രീതിയിൽ നശിച്ചു പോവുകയാണ് സാധാരണ ഉണ്ടാവാറ്. കോളറയും മഞ്ഞപ്പിത്തവും ഒക്കെ പടരുമ്പോൾ ആരോഗ്യവകുപ്പ് ജലാശയങ്ങൾ പരിശോധിക്കാറുണ്ട്. അമീബിക്കും മെനിഞ്ചൈറ്റിസിന് കാരണമാകുന്ന അപകടകാരിയായ അമീബയുടെ സാന്നിധ്യവും ഇത്തരത്തിൽ വെള്ളം പരിശോധിച്ച് കണ്ടെത്താമെന്നാണ് വിദഗ്ധർ പറയുന്നത്. രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള പരിശോധനയ്ക്ക് ആരോഗ്യവകുപ്പ് തയ്യാറാവുമെന്ന് പ്രതീക്ഷിക്കാം. റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.